കരിമാടിക്കുട്ടൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സിനിമയുണ്ട്. നമ്മുടെ കലാഭവൻ മണിയടക്കമുള്ള പ്രശസ്ത കലാകാരന്മാർ അഭിനയിച്ച കരിമാടിക്കുട്ടൻ. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരിമാടി എന്ന ഗ്രാമത്തിൽ ഒരു കരിമാടിക്കുട്ടനുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിലെ കരുമാടി എന്ന ഗ്രാമത്തിൽ പ്രസിദ്ധമായ ബുദ്ധപ്രതിമയാണ് കരുമാടിക്കുട്ടൻ. കരുമാടിത്തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്നിരുന്ന വിഗ്രഹം സംരക്ഷിച്ചെടുത്തത് അന്നത്തെ ചീഫ് എഞ്ചിനീയർ എച്ച് ബ്രിസ്റ്റോ എന്ന യൂറോപ്പുകാരനാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ബുദ്ധമതം വളരെ പ്രചാരം നേടിയിരുന്നുവെന്നും അത് സജീവമായിരുന്ന കാലത്തിന്റെ തെളിവായിട്ടുമാണ് പല ചരിത്രകാരന്മാരും ഈ പ്രതിമയെ കാണുന്നത്. ദലൈലാമ കരുമാടിക്കുട്ടൻ സന്ദർശിക്കുകയും അതിന്റെ സംരക്ഷണത്തിനായി ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തിരുന്നതായും പറയപ്പെടുന്നു. കേരളത്തിൽ അപൂർവം ബുദ്ധ പ്രതിമകളിലൊന്നായ കരുമാടിക്കുട്ടനെ പുരാവസ്തു വകുപ്പ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ പരിഗണനയൊന്നും ഇതിന് ലഭിച്ചിട്ടില്ല. ശബരിമലയ്ക്ക് പോകുന്ന ചില ഭക്തർ ഇവിടെ വന്ന് തേങ്ങയടിക്കാറുണ്ട്. ക്രിസ്ത്യാനികളും സന്യാസിനികളും മെഴുകുതിരികൾ കത്തിച്ചിരുന്നു. എന്നാൽ നിത്യപൂജയോ നിത്യ ആചാരങ്ങളോ ചെയ്തിരുന്നില്ല. പിന്നീട് 20-ാം നൂറ്റാണ്ടിലാണ് പുരാവസ്തു കേന്ദ്രത്തിന്റെ ശ്രദ്ധ ഇവിടെ പതിയുന്നത്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പറയുന്നത് കരുമാടിക്കുട്ടൻ ജൈന പ്രതിമ എന്നാണ്. നിർമ്മാണ രീതിയും മറ്റും നോക്കിയാൽ ജൈന തീർത്ഥങ്കരനായിരുന്നു ഈ പ്രതിമ എന്ന് അനുമാനിക്കാം. കരുമാടി എന്ന സ്ഥലത്തു നിന്നും ലഭിച്ച വിഗ്രഹമായതിനാൽ കരുമാടിക്കുട്ടൻ എന്ന പേര് വന്നു. വളരെ കാലം ഇത് അജ്ഞാതമായി കിടക്കുകയായിരുന്നു. കരുമാടിത്തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ വിഗ്രഹം പിന്നീട് ഒരു സ്തൂപം പണിത് അവിടെ സ്ഥാപിക്കുകയായിരുന്നു. അടുത്ത് താമസമാക്കിയിരുന്ന നാട്ടുകാരാണ് കരുമാടിക്കുട്ടനിൽ കന്നുകാലികളിലും കുട്ടികളിലും കണ്ടുവരുന്ന ചില അസുഖങ്ങൾ മാറ്റാൻ ശേഷിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആളുകൾ നിവേദ്യങ്ങൾ അർപ്പിക്കുക പതിവാക്കി. എൻ്റെ പേര് സരസൻ എന്നാണ്. ഞാൻ ഈ കരുമാടി അല്പം തെക്കോട്ടുമാറിയാണ് താമസിക്കുന്നത്. കരുമാടിക്കുട്ടൻ ബുദ്ധൻ പ്രതിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പുരാതന കാലം തൊട്ടേ ആൾക്കാരിങ്ങനെ വന്ന് ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ കുറേശ്ശെ നോക്കി വിളക്ക് കത്തിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നല്ല വഴിപാടെന്ന് ഇവിടെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന വഴിപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിച്ച് വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ച് അവിടെ പൂ എല്ലാം ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഒരു ചടങ്ങുണ്ട്. പിന്നെ ചന്ദനത്തിരി കർപ്പൂരം കത്തിക്കും. അങ്ങനെ ആൾക്കാർ വന്ന് പോയി നിൽക്കുന്നു. സാധാരണ ബുദ്ധ വിഗ്രഹങ്ങളുടേതുപോലെ പത്മാസനത്തിൽ നിവർന്ന് ധ്യാനനിരതനായി ഇടതു കൈയുടെ മുകളിൽ വലതു കൈ മലർത്തിവെച്ച് ആ കൈകൾ പാദങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള രീതിയിലാണ് കരുമാടിക്കുട്ടന്റെ പ്രതിമ. എന്നാൽ ഇടതു കൈയും ഇടതു കാലിന്റെ കുറച്ചു ഭാഗങ്ങളും നഷ്ടമായിട്ടുണ്ട്. ആനയെ ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ഒടിഞ്ഞുപോയതാണെന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണകാലത്ത് സംഭവിച്ചതാണെന്നും അതല്ല ബ്രാഹ്മണാധിപത്യ കാലത്ത് വിഗ്രഹങ്ങൾ നശിപ്പിച്ച കൂട്ടത്തിൽ സംഭവിച്ചതാകാമെന്നുമുള്ള പല അനുമാനങ്ങളും ഈ പ്രതിമയെ ചുറ്റിപ്പറ്റി പറയുന്നു. മെയ് 14 കരുമാടിക്കുട്ടൻ സ്മാരകത്തിന്റെ അടുത്ത അയൽവാസിയായ രാജൻ പിള്ള തന്റെ കുടുംബത്തിൽ തലമുറകളായി കൈമാറി വന്ന ഒടിഞ്ഞുപോയ കൈയുടെ കഷ്ണം പുരാവസ്തു വകുപ്പിന് കൈമാറിയത്. ഇത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് മനസ്സിൽ അദ്ദേഹത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വെറ്റയും പാക്കും ദക്ഷിണ വെക്കുന്ന ഒരു ശീലവും കൂടെ ഉണ്ട്. അപ്പുറത്തെ ഒരു ദേവീക്ഷേത്രമുണ്ട്, നാരായണ ക്ഷേത്രമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പുള്ളിയെ കൂടെ കാണാതെ പോകത്തില്ല ആരും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ്.
റിസർച്ച് ഡെസ്ക് ചാനൽ 91.